ഡയറക്ടറിനെ ചെറുതായിട്ടൊന്ന് ഏമാത്തിയതാണ്. ഏമാത്തിയെന്ന് പറയാൻ ചെറിയ പൈസയാണ്. എന്തൊക്കെ ആയാലും കയ്യിൽ ഒരു തംസപ്പ് ഉണ്ട്. ഇപ്പൊ നമ്മൾ തംസപ്പ് ഒക്കെ ഉപയോഗിക്കുന്നത് മിക്കവാറും കക്കൂസ് കഴുകാനും വാഹനത്തിന്റെ ടയർ കഴുകാനൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യാറ്. നമ്മൾ അതൊന്നും കുടിക്കാറില്ല. കാരണം അത് കൃത്യമായിട്ട് അതിനെക്കുറിച്ചുള്ള ധാരണ കിട്ടിയതിന്റെ ഭാഗമായിട്ട് കഴിക്കാറില്ല. പിന്നെ ഉള്ളത് ലെയ്സാണ്. ലെയ്സ് നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് പോലും വാങ്ങിക്കൊടുക്കാറില്ല. അത് അമ്മാതിരി ഫുഡാണ് എന്ന് വ്യക്തമായിട്ടെല്ലാം അറിയാം. പിന്നുള്ളത് ബബ്ലി ചോക്ലേറ്റ് ആണ്. അത് വല്ലപ്പോഴൊക്കെ ഇടക്കൊക്കെ കുട്ടികൾക്ക് വാങ്ങി കൊടുക്കുന്ന ഒരു സാധനം തന്നെയാണ്. അതിന് വലിയ മാറ്റമൊന്നുമില്ല. പക്ഷെ അതും കഴിക്കണം നല്ലതല്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ കൂടെ എങ്ങോട്ടാണ് പൊന്നു ചേച്ചി കൊണ്ടുപോകുന്നത് ചോദിക്കട്ടെ. 40 വയസ്സായില്ലടോ, അമ്മായി ആയില്ലേ, വല്ല അസുഖം ഉണ്ടാവും. ഈ തടിയൊന്നും ഇല്ലാന്ന് കരുതിക്കൊണ്ടേ. പക്ഷെ ഷാരിക പറഞ്ഞതുപോലെ എന്തൊക്കെ ചെയ്തു നോക്കണം എന്നാലും എന്തൊക്കെ കാണുള്ളൂ എന്ന് പറഞ്ഞ പോലെ അതിലൊന്നും കാര്യമില്ല. ഈ സൈസിൽ തന്നെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എല്ലാം ഭണ്ടാറും വരും. അത് ആദ്യം മനസ്സിലാക്കുക. ഇതിന് എന്തെങ്കിലുമൊക്കെ പയ്യനും കൂടി ഒന്ന് വാങ്ങിക്കൊടുക്കണം കേട്ടോ. കഴിഞ്ഞ ദിവസം കെട്ടിപ്പിടിച്ചൊരു വീഡിയോ ഞാൻ കണ്ടു. അതായത് കിച്ചു ഒന്ന് ചെക്കനെ കറക്കി തിരിച്ച് കുറച്ച് ഭക്ഷണം കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തും സന്തോഷിപ്പിച്ച് തിരിച്ചു കൊണ്ടാക്കി കൊടുത്തപ്പോ നാട്ടുകാരൊക്കെ പറയുന്നു, അയ്യോ രണസുനെ ആ കുട്ടീനെ നോക്കുന്നില്ലല്ലോ, ആ ചെക്കന്റെ കോലം നോക്ക്, ചെക്കന്റെ സന്തോഷം ഇല്ലാതെ അയക്കണല്ലോ എന്നൊക്കെ പറയുന്ന കേട്ടപ്പോ ഒന്ന് കെട്ടിപ്പിടിച്ചൊരു വീഡിയോ. അതിന് ഫുള്ള് നെഗറ്റീവ്. ആ നെഗറ്റീവിന് തെറിയാണ് തിരിച്ച് കമന്റ് കൊടുക്കുന്നത്. തെറി, പക്കാ തെറി. ഞാൻ ഇവിടെ കാണിക്കുന്നില്ല, ഫുള്ള് തെറിയാണ് കമന്റിന് മറുപടി കൊടുക്കുന്നത്. ആ വീഡിയോന്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ മറന്നു. നല്ല ചൂടുള്ള സമയം ആയതുകൊണ്ടേ നല്ല പാമ്പുകൾ, ഇഴജന്തുക്കള് വീടിന്റെ ചുറ്റുവട്ടത്തും ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടാവും. ഈ സ്റ്റെപ്പിന്റെ സൈഡിലാണ് കൂടുതൽ ഇപ്പൊ പാമ്പുകളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വീഡിയോസ് കണ്ടു. ദയവ് ചെയ്ത് നമ്മളെ മക്കള് ചിലപ്പോൾ ശ്രദ്ധിച്ചൊന്നും വരില്ല. നമ്മുടെ മക്കളെ നമ്മൾ നോക്കുക, നമ്മളെയും നമ്മൾ നോക്കുക. കാരണം നമ്മൾ ഉണ്ടെങ്കിലേ അവർക്ക് നാളെ ജീവിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് പാമ്പ് ശല്യം അതിനെ പരമാവധി ശ്രദ്ധിക്കുക. ജനാല പകല് തുറന്നു വിടുന്ന ആളുകൾ രാത്രി അത് അടയ്ക്കാൻ ശ്രമിക്കുക. ചുറ്റുമൊന്ന് നല്ല രീതിയിൽ വീക്ഷിക്കുക. ഇപ്പൊ ഋതപ്പനുമായി ബന്ധപ്പെട്ട് സാധനം പറയുന്നത് കൊണ്ട് പറഞ്ഞതാണ്. മക്കളെ നമ്മൾ തന്നെ കാത്തു സൂക്ഷിക്കണം എന്നുള്ളത്. കുട്ടികൾക്ക് നമ്മൾ പുറത്ത് എന്തെങ്കിലും കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഓർത്ത് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുക എന്നുള്ളത്. ഇപ്പൊ രണസുനയുടെ ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതേ ഷോർട്ട് ഫിലിമിന്റെ പേരിൽ തന്നെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ പയ്യന്റെ ഒക്കെ കോലം കണ്ടില്ലേ? കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, ബാക്കി പറഞ്ഞാട്ടെ. നാണായി, അമ്മായിക്ക് നാണായി. എന്നാ നാണോ? എടാ ചെക്ക അങ്ങനെ ഒന്ന് വായിൽ കുത്തിക്കയറ്റി കൊടുക്കലടേ. അതിനൊക്കെ ഡയബറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കാഞ്ഞു പോകും. തടിയില്ലാന്നും വെച്ചിട്ട് അങ്ങ് അടിച്ച് മിന്നിച്ച് കയറ്റി വിടുക തന്നെ. ആ കയ്യിലുള്ള ഒരു ഫുഡും ശരീരത്തിന് നല്ലതല്ല. ഒക്കെ ശരീരത്തിന് കേടായിട്ടുള്ള ഫുഡാണ്. ഇപ്പൊ എന്റെ ഒരു സുഹൃത്തുണ്ട്, അവൻ എന്ത് കഴിച്ചാലും അതിന്റെ കൂടെ കൊക്കക്കോള കഴിച്ചിരുന്നു. അവസാനം അവന്റെ കിഡ്നി കാഞ്ഞുപോയി, ആള് കിടപ്പിലായി. ഒരുപാട് കഴിഞ്ഞതിന് ശേഷം റിക്കവർ ആയത്. ഭാഗ്യം കൊണ്ട് റിക്കവർ ആയതെന്ന് പറയേണ്ടി വരും. അവനോട് ആര് പറഞ്ഞാലും അവൻ നിർത്തൂല. കാർബോഹൈഡ്രേറ്റ് അടിച്ചിങ്ങനെ കയറ്റിക്കൊണ്ടേയിരിക്കും. ഈ കാർബണേറ്റഡ് വാട്ടറില്ലേ ഈ സാധനം, പിന്നെ ഈ ഒരു ഷുഗർ, ഇതൊക്കെ ഭയങ്കര കേടാ. ഒന്നും നോക്കാതെ അടിച്ച് കയറ്റും. സൈസില്ല എന്ന് കരുതിക്കൊണ്ട് ആഞ്ഞി വലിച്ച് തിന്നല്ലേ എന്റെ പൊന്നു രണസുന. എന്റെ പൊന്നല്ല, സുധിച്ചേട്ടന്റെ പൊന്നു രണസുന. കണ്ട അതെന്നാ കാണിക്കുന്നത്? കണ്ടോടാ, എന്നെ കൊണ്ട് വല്ല പറഞ്ഞു പിടിപ്പിക്കുന്നത്. ഷോട്ട് മതി. ഡയറക്ടറാണ് അപ്പൊ രണസുന ഷോട്ട് മതി നിർത്തി പൊക്കോളാനൊക്കെ പറയുന്നത്. ചെക്കൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് രണസുനക്ക് പാനിന്റെ അസ്കിത കുറച്ച് കൂടുതലാണ്. അൻഫാം നടത്തുന്ന ഒരു തല കൊണ്ട് നടക്കുന്ന വ്യക്തിയാണ്. ബിഗ് ബോസിൽ നിന്ന് പുറത്ത് പോകണം എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോ ആദ്യം തന്നെ ബിഗ് ബോസിന്റെ ആളുകൾ ഒന്നും നോക്കാതെ പുറത്ത് വിട്ടോ എന്ന് പറഞ്ഞതാ. എന്തുകൊണ്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ സഹപ്രവർത്തകരുടെയും സഹ മത്സരാർത്ഥികളുടെയും തലയിൽ പേന് വന്ന് പെരുകുന്നത് കൊണ്ട് തന്നെ അവിടെയുള്ള ആളുകൾക്ക് ഇത് ബുദ്ധിമുട്ടായത് കൊണ്ട് 24 മണിക്കൂറാണ് അങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയല്ലേ. കാമുകനും കാര്യം മനസ്സിലായി. തലേന്ന് പേൻ എടുത്തത് രണസുനക്ക് അങ്ങ് പിടിച്ചില്ല. അപ്പൊ ഈ ഒരു ഷൂട്ടിന്റെ ഇടയിൽ തന്നെ ഒരുപാട് തവണ ചൂടാവുന്ന വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ആ ഡയറക്ടറൊക്കെ അങ്ങനെ അട്ടം നോക്കി ഇരിക്കുക. അപ്പൊ അതിനിടയിലാണ് ആ കടയിൽ കയറിയിട്ട് ഓരോ സാധനം വാങ്ങിയിട്ട് ആ ചെങ്ങയുടെ തലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. കൊള്ളാം. ഇത് ഞങ്ങള് പറയേണ്ട ഡയലോഗല്ലേ എന്റെ പൊന്നു തമ്പുരാനെ. എന്താ അത് പണ്ടാറം? ഞങ്ങളാണ് നിരന്തരം കണ്ട് പേടിക്കണത്. രണസുനെ പേടിക്കൊന്നും വേണ്ട. ചേച്ചി ബീച്ചിലത്തെ ഷൂട്ട് എങ്ങനെ ഉണ്ടായി?
ഭയങ്കര ചൂടായിരുന്നടാ. ഭയങ്കര ചൂടായിരുന്നടാ. എന്നാ ഒരു ചൂടാന്നറിയോ? ഇനി ഒരു വീഡിയോ കൂടി ഒന്ന് കാണിച്ചു തരാം. സൈഡിൽ കൂടെ ഒരു സങ്കടം പറച്ചിലാണ്, ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങള്. രേണു ചേച്ചി ഇപ്പം ഞങ്ങൾ രേണു ചേച്ചിനെ വിളിക്കാൻ കാരണം എന്ന് വെച്ചാൽ സുധിച്ചേൻ്റെയും രേണു ചേച്ചിയുടെ മക്കളെല്ലാവരും സ്വപ്നമായിരുന്നു ഒരു ഭവനം വേണം. ഇത് കാണുന്ന പ്രേക്ഷകരും രേണു ചേച്ചിനെയും ഈ കുടുംബത്തിനെയും സഹായിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. രേണു ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? സുധിച്ചേണ്ട ഒരു ആഗ്രഹമായിരുന്നല്ലോ ഭവനം. എന്നാ ഒരു ചൂടാ, എന്നൊരു ചൂടല്ലേ. അതായിരുന്നു കോലം. ഇപ്പൊ സൺക്രീം ഒക്കെ കണ്ടപ്പോ വാരി പൊത്തിട്ട് അയ്യോ എന്നാ ഒരു ചൂടാ. തലമറന്ന് എണ്ണ തുവക്കല്ലേ രണസുന, ഞങ്ങള് പലതും കുത്തി അങ്ങ് പോക്കും. വേറെ ഒന്നും വിചാരിക്കല്ലേ. നല്ല ഉണ്ടായിരുന്നല്ലോ ഷൂട്ടെല്ലാം നല്ലതുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വെയിൽ കൊള്ളാൻ പറ്റുന്നില്ല, മോഹമെല്ലാം പരിപാലിച്ചു. ചെവിടൊന്നും കേക്കാല്ലേ അമ്മായിക്ക്? അത്ര പ്രായമായില്ലേ? എന്തേലും ചോദിക്കുമ്പോ എന്ന് ചോദിച്ചോണ്ടിരിക്കുക. ഒരു പൊട്ടക്കണ്ണാടും ഡാഗിനിയമ്മയുടെ ഡ്രസ്സ് ഇട്ട് നടന്നുണ്ടെങ്കിൽ അടിപൊളിയെന്നാണ് ചിന്ത. പഴയ ഫോട്ടോസും വീഡിയോസും ഞങ്ങൾ കുത്തിപ്പൊക്കി കഴിഞ്ഞാൽ സൺക്രീമിന്റെ സണ്ണെന്ന് പോലും കേട്ടിട്ടുണ്ടാവൂല. പിന്നല്ലേ ക്രീം, ചിലപ്പോ ക്രീം ബണ്ണെന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ആ കോലൊക്കെ ഞങ്ങൾ കുറെ കണ്ടത് രണസുന. രേണുവിന്റെ ചിലതൊക്കെ എനിക്ക് ഭയങ്കര ഒരു എനിക്ക് കാണുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ലൈക്ക് പേഴ്സണലി പുള്ളിക്കാരത്തെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അവരെ ഒരുപാട് സൈബർ അറ്റാക്ക് ചെയ്യുന്ന പോലെ തോന്നി. അതിനൊന്നും ആവശ്യമില്ല, അത്ര ആവശ്യമില്ല. പാവവും ഭയങ്കര എല്ലാവരോടും ഒരുപോലെ മിങ്കിൾ ചെയ്ത് സ്നേഹത്തോടെ നിൽക്കുന്ന ഒരാളാണ്. എല്ലാവരോടും ഒരേപോലെ ഒന്നല്ല. അങ്ങനെയാണെങ്കിൽ മെമ്പർഷിപ്പ് ഒഴിവാക്കിയിട്ട് അവിടുത്തെ അപരാധങ്ങൾ പുറത്തിർത്തെ. എല്ലാവരോടും അങ്ങനെയാണെന്നൊക്കെ പറയല്ലേ. പിന്നെ ആരാ പറയുന്നത്? കട്ടപ്പ, എന്റെ പൊന്ന് കട്ടപ്പ, ഞങ്ങള് ബിഗ് ലൂസ് ഒന്നും മറന്നിട്ടില്ല. അടുത്ത ബിഗ് ലൂസ് വരുന്നത് വരെ നിങ്ങളൊന്നും അങ്ങനെ മറക്കാൻ കഴിയില്ലല്ലോ. നിങ്ങളെല്ലാരും ചേർന്നിട്ട് അനുമോൾക്ക് കപ്പ് വാങ്ങിക്കൊടുത്ത ആ ഒരു പരിപാടിയൊക്കെ ഓർമ്മ ഉണ്ടാ? ഒരു പെണ്ണിനെ കൗണ്ടർ അറ്റാക്ക് ചെയ്തിട്ട് ആളുകൾക്ക് സിമ്പതി തോന്നി ആ പെൺകുട്ടിക്ക് കപ്പ് നേടിക്കൊടുത്ത നിന്നെ ആരെങ്കിലും മറക്കോ? രണസുനെ കുറിച്ച് പറയാൻ നല്ല ആപ്റ്റായ ആള് വന്നിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. കൊള്ളാം. എന്താ മുഖമൊക്കെ ചെറുത് വെട്ടി തിളങ്ങുണ്ടായിരുന്നില്ല, പ്ലാസ്റ്റിക് വെച്ച് ഒട്ടിച്ചിട്ടുണ്ടാ? ഏട്ടൻ എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. 10ാം ക്ലാസ് മോൻ നല്ല മാർക്കോടെ ജയിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ബാവട്ടെ നിന്റെ മോനാണ്, നീ കണ്ടില്ലേ, നിനക്ക് ഇവന്റെ ഓരോ വിജയം, ഇവൻ ഇത്ര ആയത് നിന്റെ അടുത്തോട്ട് അവൻ വന്നപ്പോൾ നിന്റെ ഇത്രയുള്ളത്, ഞങ്ങൾ രണ്ട് സെയിം പൊക്കമായിരുന്നു, ഇപ്പം നീ ഇത്രയും വലുതാക്കി, ഞാൻ നിന്റെ കഴിവാണ്, നിന്റെ മോനെ നീയാണ് ഇത്രയും വലുതാക്കി ഏട്ടൻ എപ്പോഴും പറയായിരുന്നു. ചിലപ്പോ ഏട്ടൻ എങ്ങനെയും പറഞ്ഞിട്ടുണ്ടാവും, അന്ന് 10ാം ക്ലാസ് പരീക്ഷ പഠിച്ചിട്ട് നീ പോയിട്ടാണ് എഴുതിയെന്നും കൂടി, എന്നിട്ട് ചെക്കൻ ജയിച്ചെന്നും കൂടി പറഞ്ഞിട്ടുണ്ടാവും. തൊട്ടടുത്ത് ചെക്കൻ എന്നാ നോക്കിയിരിക്കണ്, അവൻ എന്ത് പണ്ടായി പറഞ്ഞോണ്ടിരിക്കണ വെച്ചിട്ട് തലതാത്തിരിക്കുക. ചെക്കൻ നല്ല മാർക്കോട് പഠിച്ച് ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെക്കന്റെ മിടുക്ക. അത് ഏത് വീട്ടിൽ നിന്നാണ് അത് പഠിച്ച് ജയിച്ചത് നിങ്ങൾ നോക്കണം. ഒരാൾ തിരിഞ്ഞു നോക്കാനില്ലാത്ത വീട്ടിൽ നിന്ന്. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ രണസുനെ ഇപ്പൊ വാനോളം പുകഴ്ത്തി പറയുന്നുണ്ടല്ലോ. ഈ രണസുനെ കുറിച്ചിട്ട് ചെക്കൻ പറഞ്ഞതുകൊണ്ട് കേട്ടോ. അമ്മയുടെ കാര്യം ഇപ്പൊ നോക്കുകയാണെങ്കിൽ അമ്മ അങ്ങനെ പോകുന്നത് എനിക്ക് എന്താ ഞാൻ ഇപ്പൊ മനസ്സിലായി. ആ ഒരു കണക്ഷനാണ് ഞങ്ങള്. അമ്മ വിളിക്കുന്ന വെച്ചാൽ അമ്മ എന്തെങ്കിലും അമ്മയുടെ കാര്യത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ ഇല്ല അങ്ങനെ ഞങ്ങൾ തമ്മില്. എന്തെങ്കിലും ഒരു ആവശ്യം അങ്ങനത്തെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. കേട്ടില്ലേ? ഒരു കണക്ഷൻ ഇല്ല ഞങ്ങള് തമ്മില്. പിന്നെ അമ്മ ഇങ്ങനെ നടക്കണത് ഇപ്പൊ ഞാൻ എന്ത് പറയാനാ? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് തന്നിഷ്ടക്കാരിയാണ്, അത് അന്വേഷണത്തിന് നടക്കുന്നുള്ളതാ. ഈ പെണ്ണൊടുത്തിയാണ് പറഞ്ഞത് ചെക്കനെ വളർത്തി വലുതാക്കിയത് രണസുനയാണ് പോലും. ചെക്കൻ തന്നെ അത് വന്ന് പൊളിച്ചടക്കിയിട്ടുണ്ട്. ഒരു മനുഷ്യൻ തിരിഞ്ഞോക്കണ്ടായിരുന്നില്ല എന്നുള്ളത്. എന്റെ പൊന്നു രണസുന, പഴയതൊന്നും ഞങ്ങളെ കൊണ്ട് കുത്തിപ്പൊക്കിപ്പിക്കരുത്. ഒന്നുകൂടി കുത്തിപ്പൊക്കിയുണ്ട്. അതുപോലെ എൻ്റെ അമ്മ, പപ്പ, എൻ്റെ ചേച്ചി, ഹസ്ബൻഡ്, പിള്ളേർ, ഞങ്ങൾ ഇത്രയായിരുന്നു. ഞങ്ങൾ സൂചേട്ടൻ, ഞങ്ങൾ ഇത്രയും പേരായിരുന്നു ഒരുമിച്ച് എപ്പോഴും ഉണ്ടായിരുന്നു. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും എല്ലാം ഞങ്ങൾ അങ്ങനെ ആയിരുന്നു. ഇപ്പോഴും സൂചേട്ടൻ ഞങ്ങളെ വിട്ടിട്ട് പോയിട്ടില്ല. ഇവിടെ തന്നെ ഉണ്ട് ഏട്ടൻ. മിക്കവാറും ഇവിടെ തന്നെ ഉണ്ടാവും, എവിടെയും പോവാൻ വഴിയൊന്നും ഇല്ല. അമ്മ അതിൽ കാട്ടവരാതല്ലേ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കണ്ട് സഹിക്കാൻ പറ്റാതെ എങ്ങായി അവിടെയൊക്കെ തന്നെ നടക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. അപ്പോഴും കിച്ചു സൈഡിൽ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ കേട്ടോണ്ട്. ചെക്കന്റെ മനസ്സിൽ ഇങ്ങനെ ഇതെങ്ങനെ ഒന്ന് പുറത്ത് പറയാന്നുള്ള ധാരണയിൽ ഇരിക്കുകയെന്നുള്ളതാ. അതായത് വീട്ടില് അമ്മ, അച്ഛൻ, ചേച്ചി, ചേച്ചിയുടെ ഭർത്താവ്, മക്കള് എല്ലാരും അല്ലെ, ഇവരെല്ലാരും സുധിച്ചേട്ടൻ നോക്കാൻ കുറെ കടം വാങ്ങി എന്ന് കിച്ചു തന്നെ പറയുന്നുണ്ട്. ഇനി ആ വീട്ടില് ചെക്കനെ സ്നേഹിച്ച് വളർത്തിയുന്ന ആളുകളെ കുറിച്ച് ചെക്കൻ തന്നെ പറയും. എന്തൊക്കെയോ എല്ലാരും ഇങ്ങനെ കോട്ടയത്ത് വന്ന് ആദ്യമൊക്കെ സെറ്റപ്പ്, പിന്നെ അങ്ങോട്ട് പോവാ എന്തൊക്കെയോ ഇതാണ്. എല്ലാവരുടെ ഒരു സ്വഭാവമൊക്കെ ഒരു മാറ്റം, എന്തൊക്കെയോ. വേറെ ആടുത്ത് ഞാൻ അവിടെ സംസാരിക്കത്തില്ല. ഇവരുടെ സ്വഭാവം എല്ലാം ഒരുമാതിരി സ്വഭാവമായി ഇവരുടെയൊക്കെ. ഇവിടെ അവിടെ ജോലിക്ക് പോകത്തില്ല, അതിന് അടി.
പിന്നെ എന്ത് പറഞ്ഞാലും ഇവർക്ക് എന്തെങ്കിലും പൈസയൊക്കെ എന്തെങ്കിലും കടം വാങ്ങി ഇതൊക്കെ പറയണോ എനിക്ക് കുറെ കാര്യങ്ങളുണ്ട് എനിക്ക് പറയാം. എനിക്ക് എങ്ങനെ പറയണോന്ന് അറിയത്തില്ലെന്ന് ഇതൊക്കെ. കേട്ടാ ആ വീട്ടിലത്തെ അവസ്ഥയാ പറയുന്നേ. ആ ചെങ്ങായി മരിച്ച സമയത്ത് കൊടുത്ത ഇന്റർവ്യൂലൊക്കെ കിച്ചു മിണ്ടാണ്ടൊരു മൂലക്ക് ഇരിക്കുന്നുണ്ട്. ചെക്കനൊരു പറയാൻ വയ്യ, പറയാൻ ധൈര്യമില്ല, അല്ലെങ്കിൽ പറയാ എങ്ങനെ, ആ ഒരു ലെവലിലാണ് ഇരിക്കുന്നത്. അപ്പോൾ രണസുന 10ാം ക്ലാസ് പരീക്ഷയും കൂടി ഞാൻ എഴുതിച്ച ജയിപ്പിച്ചെന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നത്. ഒന്ന് രണസുന. പഴയ വീഡിയോസ് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നാണക്കേടുകളുടെ അങ്ങേയറ്റാവും. അല്ല ഇപ്പൊ പിന്നെ അതിന്റെ ആവശ്യമില്ല, അമ്മാതിരി കാട്ടിക്കൂട്ടലുകളാണല്ലോ. സബ്സ്ക്രിപ്ഷൻ വീഡിയോസ് പറയിപ്പിക്കല്ലേ. എന്നോട് സംസാരിക്കും ഏട്ടൻ എപ്പോഴും മനസ്സിൽ. എനിക്ക് കേൾക്കുന്നതാണോ എൻ്റെ മനസ്സിൻ്റെ തോന്നലാണോ എന്ന് എനിക്കറിയത്തില്ല. എന്നോട് എപ്പോഴും സംസാരിക്കും ഏട്ടൻ. എന്നോട് എപ്പോഴും സംസാരിക്കും. ഏട്ടൻ പോയിട്ടില്ല ഇവിടെ വിട്ട്, ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ കരയുന്നത് കണ്ണ് നിറയുന്നത് ഒട്ടും ഇഷ്ടമല്ല ഏട്ടന്. എന്താണ് ഈ രണസുന കിടന്ന് പുലമ്പുന്നത് എന്നാണ് ചെക്ക അടുത്തിരുന്ന് ഇങ്ങനെ എന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കൊല്ലസുതി എങ്ങനെ പോവാനാണ്? കൊല്ലസുതിക്ക് അമ്മാതിരി സംഭവങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടില്ലേ? ചെങ്ങായിയുടെ പേര് അത്യാവശ്യം നല്ല രീതിയിൽ കൊളാക്കി കൊടുത്തിട്ടില്ലേ? എങ്ങനെ പോവാനാണ്? ഇതൊക്കെ അല്ലേ സംഭവിക്കുന്നേ. പിന്നെ എന്റെ വയറ് നല്ലതാണ്, ഞാൻ കാണിക്കും. അത് ചുമ്മാ കാണിക്കുമല്ലേ, പൊട്ടുകാരത്തെ പൊക്കി കാണിക്കുമല്ലേ. ഞാൻ ഫോട്ടോഷൂട്ട് വയറ് കാണുന്ന ഡ്രസ് ഇട്ട് ഫോട്ടോഷൂട്ട് ചെയ്തു. അതെന്റെ ജോലിയുടെ ഭാഗമാണ്, ഞാൻ കാണിച്ചു. ഇനിയും കാണിക്കും അങ്ങനത്തെ ഷൂട്ട് വന്ന. കാണിച്ചോണ്ടിരിക്കി. ഇപ്പൊ പൈസയും വാങ്ങിയിട്ടാണല്ലോ കാണിച്ചോണ്ടിരിക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ. എന്നിട്ട് പറയുന്ന ഡയലോഗ് ഉണ്ട്, ഞാൻ അതിൽ അങ്ങനെ ഇങ്ങനെ ഒന്നല്ല, എന്നെ വെറുതെ ആളുകൾ ഇല്ലാ കഥകൾ പറയുകയാണ്, അവർ പ്രചരിപ്പിക്കുന്നതൊന്നും ഞാനല്ല. അതാണ് പറയുന്നത്. അതൊക്കെ നിങ്ങളെ തന്നെയാണ് ആ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സബ്സ്ക്രിപ്ഷൻ വീഡിയോ വഴി കാണിച്ചുകൊണ്ടിരുന്ന കോപ്രായത്തരങ്ങൾ ഇപ്പൊ ജനങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിയതാണ് കേട്ടാ. അതവിടെ നിൽക്കട്ടെ. ഇതൊക്കെ കണ്ടിട്ട് ആ ചെങ്ങായി പോകുന്ന വിചാരിച്ചാണ്. ഇവിടെ ഉണ്ടാവും ഏതെങ്കിലും ഒരു സമയത്ത് മൂപ്പര് നേരിട്ട് വന്നിട്ട് 2 തരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം ഇപ്പൊ അടുത്തൊന്നും പോക്ക് ഉണ്ടാവില്ല. ഈ കാട്ടവരാതെ നിൽക്കണ വരെ ആൾ ഇവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. അയാൾ ജീവിച്ചിരിക്കുന്ന സമയത്തൊന്നും രണസുന ഈ രീതിയിലൊന്നും അല്ല ജീവിച്ചിരുന്നത് അല്ലേ. മാന്യമായിട്ട് ജീവിച്ചിരുന്നു. ഒറ്റയടിക്ക് ഇതാ കിട്ടിയ അവസരം എന്ന രീതിയിൽ എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുന്നു. കിച്ചു പറയുന്നത് കേട്ടില്ല, എനിക്ക് കൂടി പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് ഈ ഒരു കാട്ടപരാധം. ഇപ്പോഴും ഒരു വീഡിയോക്കും ഒരു പോസിറ്റീവ് കമന്റ് പോലും ഇല്ല എന്നുള്ളതാ. കിച്ചു ഋതപ്പനുമായിട്ടൊന്ന് കറങ്ങി തിരിച്ചു വന്നപ്പോ പിറ്റേ ദിവസം ഋതപ്പനെ ചേർത്ത് വെച്ച് ഇങ്ങനെ പിടിച്ചിട്ടൊരു റീല്. ചെക്കനാച്ച ഒരു സന്തോഷവും ഇല്ല, ഫുള്ള് സങ്കടം. എന്താണ് അറിയില്ല കേട്ടോ, എന്താണെന്നറിയില്ല. ഒരു പക്ഷെ കിച്ചുവിനായിട്ട് കറങ്ങിയ ആ ഒരു സന്തോഷം ഒന്നും ഇവിടെ കിട്ടുന്നുണ്ടാവില്ല. വല്ലപ്പോഴും വന്ന് റീലെടുത്ത് പോകുന്നല്ലാതെ ചെക്ക നേരിട്ട് കാണുന്നുണ്ടോ എന്ന് തന്നെ വലിയ സംശയം എന്നുള്ളതാ. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.